വടകരയിൽ എന്താണ് സാഹചര്യം? വടകരയിൽ നമുക്കറിയാവുന്നതുപോലെ MK ഭാസ്കരൻ മത്സരിക്കുന്നു, LDF-ന് വേണ്ടി KK രമ സിറ്റിംഗ് MLA, RMP നേതാവ് UDF പിന്തുണയിൽ മത്സരിക്കുന്നു, K ദിലീപ് NDA സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നു. CPM-നെ സംബന്ധിച്ച് തന്നെ വലിയ ആഘാതം അവരുടെ ഘടകകക്ഷിയുടെ സീറ്റാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ KK രമ വിജയിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വടകരയിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ആകാംക്ഷ. വടകരയിൽ എന്താണ് വടകരയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ റിസൾട്ടിലേക്ക് വരുന്നതിന് മുമ്പ്? വടകരയിൽ നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായ മത്സരങ്ങൾ നടക്കും. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച മാനന്തവാടി പോലെ നമ്മൾ വലിയ മത്സരം ഉണ്ടാവില്ല എന്ന് കരുതി C കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലം അവിടുത്തെ ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഒരു മത്സരമുണ്ട്. വളരെ അത് LDF സംവിധാനം വളരെ കാലത്തിന് ശേഷം എല്ലാ LDF-ലെ കക്ഷികളും ഒന്നാകെ സ്വീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, വളരെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥി, സൗമ്യനായ സ്നേഹനിധിയ അത് ഭാസ്കരേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം KK രമയുടെ ഇമേജിനെയും KK രമയുടെ ആ മണ്ഡലത്തിലെ പ്രസക്തിയെയും മറികടക്കാൻ നമ്മുടെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയിലും വികസന പ്രവർത്തനങ്ങളിൽ KK രമയുടെ ഇടപെടലുകളെ പറ്റി വലിയൊരു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ. അദ്ദേഹം മറ്റെല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നതിലും മറ്റ് മണ്ഡലത്തിൽ സജീവത എല്ലാ കാര്യങ്ങളിലും ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ വികസനത്തിൽ വടകര പിന്നോട്ടാണോ എന്നൊരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു മണ്ഡലത്തിൽ. നമ്മളിവിടെ വടകര മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന താഴെയങ്ങാടി പോലുള്ള സ്ഥലങ്ങളിൽ സർവേക്ക് പോയിരുന്നു. ആ പ്രദേശങ്ങളിലൊക്കെയും നമ്മൾ വലിയ മുൻതൂക്കമാണ് KK രമയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അതൊരു ലീഗിന് വലിയ ആധിപത്യമുള്ള മേഖലയാണ്. അത്തരത്തിൽ മറ്റ് കോഴിക്കോട് മണ്ഡലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ KK രമ മത്സരിക്കുമ്പോൾ TP ചന്ദ്രശേഖരന്റെ ജീവിത സഖി എന്നൊരു സഹതാപ തരംഗം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ എല്ലാ ആനുകൂല്യങ്ങളും ഒരു തവണയായി വോട്ടർമാർ കൊടുക്കും. നമ്മളിപ്പം KS ശബരിനാഥ് G കാർത്തികേയന്റെ മകനെന്ന് മത്സരിക്കുമ്പോൾ ആദ്യത്തെ തവണ അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് കിട്ടുമെങ്കിൽ രണ്ടാമത്തെ തവണ പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങൾ വോട്ട് ചെയ്യൂ എന്നൊരു ഫാക്ടറുണ്ട്. അപ്പം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആ ഒരു ഘടകമുണ്ടോ? അതായത് TP ചന്ദ്രശേഖരന്റെ ഭാര്യയായ രമയ്ക്കും അപ്പുറം MLA ആയ രമയാണ് ഇത്തവണ ജനവിധി തേടുന്നത്. മെയ് 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത് എന്നൊരു സവിശേഷ കാര്യം കൂടിയുണ്ട്. TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷി ദിനമാണ് മെയ് 4. മെയ് 4-ന് റിസൾട്ട് വരുമ്പോൾ എന്താകും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ ഈ നിമിഷം മണ്ഡലത്തിലെ ട്രെൻഡാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് എന്താണ് എന്ന് സ്ക്രീനിൽ വരും. ബലാബലം LDF UDF ബലാബലമാണ് വടകരയിൽ. MK ഭാസ്കരന് KK രമയോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിന്റെ സൂചനയാണ്. ബലാബലം എന്ന് പറയുമ്പോഴും സ്ലൈറ്റ് അഡ്വാൻറ്റേജ് UDF അല്ലെ? സ്ലൈറ്റ് അഡ്വാൻറ്റേജ് UDF-നുണ്ട്. ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങൾ ഇപ്പം ഏറാമല പഞ്ചായത്ത് അഡ്വാൻറ്റേജ് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പം ഏറാമല പഞ്ചായത്തിൽ 3 തവണ പ്രസിഡന്റ് ആയിരുന്നു MK ഭാസ്കർ ഈ കാൻഡിഡേറ്റ്. അപ്പം LDF കാൻഡിഡേറ്റ്. അപ്പം അദ്ദേഹം പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമോ മറ്റു കാര്യങ്ങളോ ഇല്ല. പിന്നീട് LDF ക്യാമ്പുകൾക്ക് ആ സീറ്റ് തിരിച്ചു പിടിക്കുക, ഇത്തവണ തിരിച്ചു പിടിക്കുക, CPM-ന് ആ സീറ്റ് തിരിച്ചു പിടിക്കുക. അപ്പോൾ അതിന് അവരെ സംബന്ധിച്ച് ഭാസ്കരേട്ടൻ്റെ ലാളിത്യവും സൗമ്യതയും സ്നേഹവും ഒക്കെ വോട്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മളിവിടെ KK രമ വളരെ മികച്ച സ്ഥാനാർത്ഥി, ഒരു പോരാളി, അവർ വളരെ സജീവം ഒക്കെയാണ്. അവിടെ പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കുന്നത്. വ്യക്തികൾക്കുള്ള ആനുകൂല്യങ്ങളോ വ്യക്തികളുടെ ഇമേജോ വികസനമോ ഒന്നുമല്ല അവിടെ ചർച്ച. അവിടെ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എല്ലാം വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് വടകര പോലെ പ്രദേശങ്ങൾ. ഇവിടെ കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലാണ്. അവിടെ 2% താഴെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് കൊണ്ട് അത് ബലാബലത്തിലേക്ക് പോകുന്നു. എന്നാലും നമ്മൾ പറയുന്നത് താഴെയാണോ? 2-ൽ താഴെ വരും. 2-ൽ 2.5 അല്ല, വളരെ ക്ലോസ് ആണ്. ഞാനത് സൂചിപ്പിക്കാം. ഇപ്പോൾ ഇത് വടകരയിലെ വോട്ടർമാർ കാണുമ്പം ആശയക്കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വടകരയിൽ ഇങ്ങനൊരു സാഹചര്യമുണ്ടോ? നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. വടകര മുനിസിപ്പാലിറ്റി, ഏറാമല പഞ്ചായത്ത്, ഒഞ്ചിയം പഞ്ചായത്ത്, അവിടെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും നമ്മൾ ഈ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ താഴെയങ്ങാടി പോലുള്ള പ്രദേശങ്ങൾ ഈ സാമ്പിളിൻ്റെ പരിധി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വടകര മണ്ഡലത്തിലെ മുഴുവൻ സ്ഥലങ്ങളും കവർ ചെയ്താണ്. കാരണം നമ്മൾ അപ്രതീക്ഷിത മത്സരമാണ് നേരിടുന്നത്. എന്തുകൊണ്ട് ഇതങ്ങനെ സ്വീകരിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ സർവേ നടത്തുമ്പോൾ അവിടെ ഒരു മത്സരം സാധ്യത UDF-ന് അഡ്വാൻറ്റേജ് ഉണ്ടാവാം എന്ന് കരുതുന്നു. പിന്നെ ഒരു മത്സര സ്വഭാവം കാണുന്നു, കൂടുതൽ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ മണ്ഡലത്തിൽ പൊതുവേ ഒരു ട്രെൻഡ്, അട്ടിമറി സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അട്ടിമറി നടക്കാവുന്ന അപൂർവം ചില മണ്ഡലങ്ങളിൽ ഒന്നാവാം വടകര. ഇഞ്ചോടിഞ്ചാണ്, ബലാബലമാണ്. എന്നാൽ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് UDF എന്നുള്ളതാണ് വടകരയുടെ ഇപ്പോഴത്തെ അവസ്ഥ.